ഇത് രാജീവ് ചന്ദ്രശേഖർ ട്രിവാൻഡ്രത്ത് NDA കാൻഡിഡേറ്റാണ്. നിലവിലെ കേന്ദ്ര IT ഇലക്ട്രോണിക്സ് സഹമന്ത്രിയാണ്. വന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്. നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ചുമ്മാ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ 10 രൂപയുള്ളൂ. 4 വർഷം പഠിച്ചിറങ്ങിയിട്ട് നമുക്കൊരിതില്ല, വാല്യൂല്ല. ബംഗാളിക്ക് കിട്ടുന്ന ശമ്പളം പോലും നമുക്ക് കിട്ടുന്നില്ല. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അടുത്ത് ഇവിടെ നിന്ന് ജയിച്ച അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. ശശി തരൂർ നല്ലൊരു കാൻഡിഡേറ്റാണ്. അതിനെക്കാട്ടിയും മികച്ചൊരു കാൻഡിഡേറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ആരും ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വർക്ക് ചെയ്തിട്ടില്ലേ? ഇത് രാജീവ് ചന്ദ്രശേഖർ ട്രിവാൻഡ്രത്ത് NDA കാൻഡിഡേറ്റാണ്. നിലവിലെ കേന്ദ്ര IT ഇലക്ട്രോണിക്സ് സഹമന്ത്രിയാണ്. വന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്. നിങ്ങളൊക്കെ ഏത് ഡിഗ്രിയല്ലേ പഠിക്കുന്നത്? അപ്പം TTI പഠിക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ജോലി കിട്ടും. ടെക്നോ പാർക്കിൽ പുതിയ അവസരങ്ങൾ വരും, പുതിയ കമ്പനികൾ വരും, നമ്മൾ റോഡ് ഡെവലപ്ഡ് ആവും. അപ്പം ട്രിവാൻഡ്രം ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന നിലയിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഇതുവരെ കണ്ടിട്ടുണ്ട് ഇല്ല. അപ്പം മാറാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ ആൾ സുന്ദർ പിച്ചയും സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ടെക്നോക്രാറ്റുകൾ അറിയാലോ, അതേപോലെ ലെവലുള്ള ഒരാളാണ്. ഇലോൺ മസ്കിൻ്റെയൊക്കെ സുഹൃത്താണ്. അപ്പം അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരാൻ പറ്റും. ചിന്തിച്ച് ഈ വർഷം ഒരു വോട്ട് ചെയ്യുക, വേസ്റ്റ് ആക്കല്ലോ വോട്ട്. നമസ്കാരം. നേറ്റിങ്കര വഴി വരുന്ന വഴിക്ക് കുറച്ച് യൂണിഫോം ഇട്ട ചെറുപ്പക്കാർ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവരാരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആൾക്കാരല്ല. ഇവർ രാജീവ് ചന്ദ്രശേഖരുമായി സംവാദത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ വിഷനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം യുവാക്കളാണ്. ഇവരിൽ ബിടെക്കുകാരുണ്ട്, അങ്ങനെ ഒരുപാട് ബിരുദങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനൊരു മിഷൻ ഏറ്റെടുത്തത്? കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബിടെക് പഠിച്ചിറങ്ങിയിട്ട് ജോലിയുടെ സ്കോപ്പ് നോക്കി. നമ്മൾ ഗവൺമെൻറ് ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ 10 രൂപ 10K, അതിന് മുകളിലൊരു സാലറി പാക്കേജ് ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ചുമ്മാ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ 10 രൂപയുള്ളൂ, 10 രൂപയിൽ താഴെയുള്ളൂ. നമുക്കൊരു മാറ്റം വരണം, നമുക്കൊരു സാലറി പാക്കേജ് ഇൻക്രീസ് ആവണം. നമ്മൾ 4 വർഷം പഠിച്ചിറങ്ങിയിട്ട് നമുക്കൊരിതില്ല, വാല്യൂ ഇല്ല. ഇവിടെ ഒരു പണിയെടുക്കുന്ന ബംഗാളിക്ക് കിട്ടുന്ന ശമ്പളം പോലും നമുക്ക് കിട്ടുന്നില്ല. അതിനൊരു മാറ്റം വരണം. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിച്ചപ്പം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു വിഷൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അദ്ദേഹത്തിന് ഇത് പറയും പോലെ ഒരു ദീർഘമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഉണ്ട്, അത് സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന 3 കാൻഡിഡേറ്റിലും ഒത്തിരി വ്യത്യസ്തമുള്ള ഒരു കാൻഡിഡേറ്റാണ്. ഇപ്പം നമുക്ക് ഇവിടെ വികസനം കൊണ്ടുവരാനും എല്ലാത്തിനും അനുയോജ്യമായ ഒരു കാൻഡിഡേറ്റാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരികയും ഇവിടുത്തെ IT മേഖലകൾ നല്ല വികസിക്കുകയും തൊഴിലധിഷ്ഠിതമായ എല്ലാ സംഭവങ്ങളും വരികയും ചെയ്യും. അപ്പോൾ ഇഷ്ടംപോലെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവരും ജോലി കിട്ടും. അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ട്. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഇറങ്ങിയതല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ എന്ത് വിഷനാണ് അല്ലെങ്കിൽ എന്ത് ആശയമാണ് നിങ്ങളെ സ്വാധീനിച്ചത്? അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അപ്പം അദ്ദേഹം വന്നാൽ നല്ല IT കമ്പനികളുമായിട്ട് നല്ല കണക്ഷനുള്ള വ്യക്തികളാണ്. അപ്പം ലോകത്തെ വൻകിട കമ്പനികളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അപ്പം അല്ലാതെ റോഡ് വികസിക്കും, അടുത്ത് ഇവിടെ നിന്ന് ജയിച്ച അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പം കേന്ദ്രത്തിലെ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പാക്കാൻ പറ്റും. ഇവിടെ ഇപ്പം പൂവാറിൽ ഇപ്പോൾ എന്തോ ഒരു പദ്ധതി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അടുത്ത അടൽ ലാബ്, എല്ലാ കോളേജിലും അടൽ AI ലാബ് കൊണ്ടുവരാൻ പറ്റും. അടുത്ത അടൽ തിങ്കിങ് ലാബ് എല്ലാ പഞ്ചായത്തിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേക സെൻറ്ററുകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു വിശ്വാസമുണ്ട് അദ്ദേഹം ചെയ്യുമെന്ന്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നൊരു വിശ്വാസമുണ്ട്. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം ടൂറിസം മേഖലയിൽ ട്രിവാൻഡ്രത്തെ വളർത്താൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. അപ്പം പ്രധാനമന്ത്രി നേരിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചതെന്ന് പറയുന്നുണ്ട്, ഇലക്ഷൻ ആക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു കഴിവില്ലാത്ത ആളെ പ്രധാനമന്ത്രി ഒന്നും പറയില്ലല്ലോ, ഇറക്കൂലല്ലോ. അപ്പം അത്രയ്ക്ക് നരേന്ദ്രമോദിക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളും വിശ്വസിക്കുന്നു. നരേന്ദ്രമോദി വിശ്വാസമാണോ? പിന്നെ ഇത്ര ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറാൻ പോവുകയാണ്. അങ്ങനെ കുറേ എത്രയോ നല്ല പദ്ധതികൾ പാവപ്പെട്ടവർക്ക് ജൻ ഔഷധി കൊണ്ടുവന്നു. PM കിസാൻ സമ്മാൻ നിധി 2000 രൂപ വെച്ച് 6000 രൂപ വർഷം കൊടുക്കുന്നുണ്ട്. അത് നേരിട്ടാണ് അക്കൗണ്ടിലെത്തുന്നത്. ഒരിടത്തും പോയി ക്യൂ നിൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, നേരിട്ട് ബാങ്കിൽ പോയി നമുക്ക് എടുക്കാം. അത് നല്ലൊരു കാൻഡിഡേറ്റാണ്. ശശി തരൂർ നല്ലൊരു കാൻഡിഡേറ്റാണ്. അതിനെക്കാട്ടിയും മികച്ചൊരു കാൻഡിഡേറ്റാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹത്തിന് അറിയാമോ? ചന്ദ്രശേഖർജിക്ക് അറിയാമോ? അറിയാം. ഞങ്ങൾ പുള്ളിയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് ഇറങ്ങിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാര്യം യുവാക്കൾ ഇതുപോലെ, അതായത് ഒരു പാർട്ടിയിലും ഇല്ലാതെ ന്യൂട്രലായിട്ട്
അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അതൊരു അഭിമാനമായൊരു കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ജോലിയുള്ള ഇത്രയും, അതായത് എന്തുകൊണ്ടും യോഗ്യനായൊരു വ്യക്തി തന്നെയാണ് ഈ പ്രാവശ്യം തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ടെക്നോ പാർക്ക് പോലുള്ള നല്ല നല്ല സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് ഇപ്പോഴും കേരളം അല്ലെങ്കിൽ തിരുവനന്തപുരം ഇപ്പോഴും ഇത്രയും നല്ലൊരു ക്യാപിറ്റൽ സിറ്റിയായ കേരളം ഇപ്പോഴും ക്യാപിറ്റൽ സിറ്റി തിരുവനന്തപുരം ഇപ്പോഴും താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. അതിനെ മുന്നോട്ട് കൊണ്ടുവരണം. ഇവിടെ നിന്ന് മറ്റ് യുവാക്കൾ ഗൾഫിലോട്ടും അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ മൈസൂരിലോട്ടോ ജോലി സാധ്യതയായിട്ട് പോകുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ആ ഒരു മാത്രമല്ല, ഈ പറയുന്ന സുഹൃത്തുക്കൾ പറയുന്നൊരു കാര്യം ശരിയാണ്. നമ്മൾ ടെക്നോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബിടെക് എല്ലാം പാസ്സായി വന്ന് ജോലി എടുക്കുന്ന പിള്ളേരുടെ ശമ്പളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തുലവും തുച്ഛമാണ്. ഒരു 12,000 രൂപ 13,000 രൂപ അത്രയൊക്കെ അല്ലേ ഉള്ളൂ ശമ്പളം, അല്ലേ? ആ ഒരു ശമ്പളത്തിലൊക്കെ അല്ലേ ഈ ബിടെക്കാരൊക്കെ ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അർഹതയ്ക്ക് ഒത്ത ശമ്പളം തരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതെ, അങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മളെ തിരുവനന്തപുരത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ജോലിയില്ലായ്മയാണ്. ഇപ്പം നിരവധി വിദ്യാർത്ഥികൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് തൊഴിലില്ലായ്മ കാരണം. ഇപ്പോൾ സർക്കാർ തന്നെ നമ്മൾ എഴുതി പാസ്സായ ജോലി പോലും കിട്ടുന്നില്ല പിള്ളേർക്ക്. അപ്പോൾ അത് വലിയൊരു വിഷയമാണ്. പുള്ളിക്കാരൻ വന്നാൽ എന്തായാലും ട്രിവാൻഡ്രം ഒരു IT ഹബ്ബായി മാറും, ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാമോ നിങ്ങൾക്ക്? രാജീവ് ചന്ദ്രശേഖരൻ്റെ ചരിത്രമൊക്കെ അറിയാമോ? ഞങ്ങൾ പുള്ളിയായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. പുള്ളിയുടെ ഇൻ്റർവ്യൂ വർക്ക് ചെയ്തിരുന്നു, മൈക്രോസോഫ്റ്റിലൊക്കെ ഓഫർ വന്നിട്ട് അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് സ്വന്തം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു അഭിമാനമായ കാര്യം തന്നെയാണ്. നിങ്ങൾ ആരും ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വർക്ക് ചെയ്തിട്ടില്ലേ? ഇല്ല, വേറെ പാർട്ടി കള്ളം പറയരുത്. ഇല്ല, പോയിട്ടില്ല. ഇല്ല. നിങ്ങളുടെ സ്വന്തം തീരുമാനം തന്നെയാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാണ്. ഇതിനൊരു പാർട്ടി ഇല്ലായിരുന്നു. ഇല്ല. കള്ളം പറയില്ലല്ലോ, കണ്ടല്ലോ. വേറെ പാർട്ടി. ഏതായാലും ഈ ഒരു ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ. ഇവർ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്ത കരിയർ, അദ്ദേഹത്തിൻ്റെ വിഷൻ, അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല, രാഷ്ട്രീയ പാർട്ടിയിലൊന്നും അംഗമല്ല എന്നാണ് അവരോട് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പ്രൊഫഷണലായ ഒരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ ഇഷ്ടപ്പെട്ടിട്ട്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വന്നാൽ തിരുവനന്തപുരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ചെറുപ്പക്കാരുടെ വിശ്വാസം. മന്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.